ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ മാർക്കറ്റ് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ്, വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയത്തിനകത്താണ് നിൽക്കുന്നത്. അതായത് മാർക്കറ്റ് ഇന്ന് നിൽക്കുന്നത് 23, നമ്മുടെ ലാസ്റ്റ് ഡേ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് 24,270 ആണെങ്കിൽ ഇന്നും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത 24,270 റേഞ്ചിനടുത്ത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഒരു സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴേക്കും മാർക്കറ്റ് ഒന്ന് വീഴുന്നത് കണ്ടു. അപ്പോൾ ആദ്യത്തെ വീഴ്ചയിൽ ഞാനും മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ പൊസിഷൻ ഞാൻ ക്ലോസ് ചെയ്ത് ഞാൻ ഇറങ്ങിപ്പോയി. അതിനുശേഷം കുറച്ചുകൂടെ ഒന്ന് താഴേക്ക് വന്ന് മാർക്കറ്റ് സെറ്റിൽ ഡൗൺ ആയി. അപ്പോൾ മാർക്കറ്റ് സെറ്റിൽ ഡൗൺ ആകുന്ന ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24,240 ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഏരിയയാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ലാസ്റ്റ് ഡേയിൽ വന്ന് ഹിറ്റ് ചെയ്തു. സോ ഇതിന് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, 24,240 ഇങ്ങനെയുള്ളൊരു ഏരിയ. പ്രത്യേകിച്ച് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്ന ഡേറ്റയല്ല. മാർക്കറ്റിന് ഡേറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് ഫ്ലാറ്റ് ആവാനുള്ള ഒരു സാധ്യതയാണ് നിൽക്കുന്നത്. എന്നാൽ ഫോർ എ ട്രേഡർ എന്ന് പറയുന്നത് മാർക്കറ്റിനകത്തെ ലോയും മാർക്കറ്റിൻ്റെ അടുത്ത ഏരിയ എന്ന് പറയുന്നത് 24,350 റേഞ്ച് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. 350, 360 റേഞ്ച് നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ടും വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ തൽക്കാലം വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെയായിട്ടും നമുക്ക് എടുക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ മാർക്കറ്റിൻ്റെ ആദ്യത്തെ രണ്ട് ലെവൽസ് എന്ന് പറയുന്നത് 240, 350 എന്നിങ്ങനെ ലെവൽസാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. 280 റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിയറസ്റ്റ് സപ്പോർട്ട് 240. 240 കുറച്ച് താഴെയാണല്ലേ. ഓക്കെ, 240. അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന ഏരിയ ആണ് 24. ഈ ഒരു ഏരിയ 24,100. സോ മാർക്കറ്റിൽ ഇന്ന് കാര്യമായിട്ടുള്ള ഡേറ്റാസ് ഇല്ലാത്തത് കാരണം ഈ ലെവൽസ് മാത്രം ശ്രദ്ധിക്കുക. ഇവിടെ നിന്നാണ് തിരിച്ച് ഇത് റെസിസ്റ്റൻസ് ആയിട്ടും തിരിച്ച് വീണ്ടും മാർക്കറ്റ് ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്താണ്. സോ ഈ ഒരു ലെവൽസും മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 440 ആണ് അടുത്ത ലെവൽസ്. ഞാൻ ലൈന് വരച്ചിട്ടുണ്ട് 440. സോ ഇന്ന് നോക്കാനുള്ളത് മാർക്കറ്റ് ഈ ഒരു സൈഡ് വേസ് ഏരിയയിൽ മാക്സിമം നിൽക്കട്ടെ. നിഫ്റ്റിയുടെ എക്സ്പയറി വരുന്നുണ്ട്. അപ്പോൾ എക്സ്പയറിക്ക് മുന്നേ മാർക്കറ്റ് 24,500 താഴെ ക്ലോസ് ചെയ്യുക. 24,100 താഴോട്ട് പോകാതിരിക്കുക എന്നുള്ളതായിരിക്കും മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ. സോ ഇതിനുള്ളിൽ ചെറിയ ട്രേഡ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് നമുക്ക് ഒരു മൊമെൻ്റ് ബ്രേക്ക് ഔട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യാനുള്ള താഴേക്കാണെന്നുണ്ടെങ്കിൽ 240 to 100 വരെ, 100ന് ശേഷം ഒരു ബെയറിഷ് ഒരു ഫേസിലേക്ക് പോവും. നന്നായിട്ട് വീക്കായിട്ടുള്ള ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ 350 വരെ സ്ലോവർ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. 350 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 440 വരെ അത്യാവശ്യം അഗ്രസീവ് ആയിരിക്കും. അതിനുശേഷം ഹൈലി അഗ്രസീവ് ആയിട്ടുള്ളൊരു മൂവ് ആയിരിക്കും കിട്ടുക. സോ ഈ ട്രേഡ്സ് കിട്ടുകയാണെങ്കിൽ കൃത്യമായിട്ട് നോക്കി SL വെച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് ഒരു 240 മേലിൽ നിന്ന് ക്ലോസിങ് കിട്ടി കുഴപ്പമില്ലാണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് സ്റ്റോക്സ് സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ഫോൺ അവൈലബിൾ അല്ലാത്തത് കാരണം ഞാൻ ഒരുപാട് എൻ്റെ പൊസിഷൻസ് കംപ്ലീറ്റ് അതിലാണ് ഉണ്ടായിരുന്നത്. സോ ഇപ്പോൾ അത് പോസിറ്റീവില്ല, അത് പ്രോഫിറ്റിലായിരിക്കും നിൽക്കുക. പ്രോഫിറ്റിൽ നിൽക്കുന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബുക്ക് ചെയ്തിട്ട് അടുത്ത പൊസിഷൻ ആഡ് ചെയ്യാം. ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നാളെ നമുക്ക് പുതിയ സ്റ്റോക്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ അനാലിസിസ് ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് കൃത്യമായിട്ട് ഈ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ ട്രേഡ് ചെയ്യുക, കൃത്യമായിട്ടുള്ള SL വയ്ക്കുക. ഞാനൊരു ട്രേഡ് റെക്കമെൻഡേഷൻ പറയുന്നതല്ല. മാർക്കറ്റിൻ്റെ ലെവൽസ് കൃത്യമായിട്ട് പറഞ്ഞു. അത്യാവശ്യം മാർക്കറ്റിൻ്റെ ഒരു പാറ്റേണും പറഞ്ഞു തന്നു. ഇത് പാറ്റേൺ ബ്രേക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അനാലിസിസ് ചെയ്തുകൊണ്ട് അതിനുള്ളിൽ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ്. മാർക്കറ്റിലെ ഡേറ്റാസ് വളരെ കാര്യമായിട്ടൊന്നും ഇല്ലാത്തൊരു ഡേറ്റയാണ്. സോ ശ്രദ്ധിക്കുക. ഫിനാൻസ് സെക്ടർ, ഓട്ടോ സെക്ടർ, ബാങ്കിങ് സെക്ടർ, ഈ 3 സെക്ടേഴ്സ് നോക്കുക. അഗ്രസീവായിട്ടുള്ളൊരു സ്വിംഗ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. IT സെക്ടർ ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിന് ഡിപ്പിൽ കിടക്കുവാണ്. അപ്പോൾ ആ സ്റ്റോക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേമിലത്തേക്ക് എടുക്കാം. ബിക്കോസ് ആ സ്റ്റോക്ക് വീണ്ടും താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതൊരു ലോങ് ടേം പേഴ്സ്പെക്റ്റീവിലത്തേക്ക് പറഞ്ഞതെന്ന് പറയുന്നത്. സോ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. നാളെ കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്. ടേക്ക് കെയർ.